ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ കുർക്കുറയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് കുർക്കുറെ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് കുർക്കുറെ ഉണ്ടാക്കിയെടുക്കാം, ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. കുർക്കുറെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 125 ml ആണ് 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതിന് നിറയെ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു സ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിറയെ 5 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ കടലപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് നിറയെ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നന്നായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇളക്കിയിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഫ്ലെയിം ഇപ്പോൾ തന്നെ ആക്കി വെക്കണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടിച്ചു വെക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറിയ ഓരോ പോർഷൻ എടുത്തിട്ട് നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കുർക്കുറേൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വണ്ണത്തിലാക്കി എടുക്കേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ട് വേണ്ട, പറ്റ തിന്നായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളിതിന്ന് ചെറിയൊരു മാവിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ പോലെയൊക്കെ തോന്നും. പക്ഷേ അപ്പം തന്നെ എടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഇത് മൊരിച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ഒരു ചതഞ്ഞ പോലെയാണ് വരിക. അപ്പോൾ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇട്ട് കൊടുത്തപ്പോൾ ഇതുപോലെ ഒന്നും ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വേർപ്പെടുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സാവധാനം പൊരിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അടുത്ത ബാച്ചും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ ഇതിൻ്റെ കൂടെയുള്ള ആ പതയൊക്കെ ഒന്ന് നിൽക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുത്താൽ മതി.
ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടല്ലോ, അതിൻ്റെ കൂടെയുള്ള പതൊക്കെ ഏകദേശം ഒന്ന് നിന്നില്ലേ. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുർക്കുറേൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇതാണ് കേട്ടോ ചാറ്റ് മസാല. അപ്പോൾ ഞാൻ കോൺ മസാല ചെയ്തപ്പോൾ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചാറ്റ് മസാല എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ അത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ 2 ബാച്ചായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള കുർക്കുറയാണ് കേട്ടോ ഇത്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുർക്കുറേൻ്റെ അതേ ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കുർക്കുറയാണ് കേട്ടോ നമ്മൾ ആ ഒരു മാവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇനി വീട്ടിൽ തന്നെ കുർക്കുറയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്